എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ അബിയുടെയും ജാനകിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നേ അപർണയ്ക്കിടുന്നാൽ 8 പണി കൊടുക്കുന്നുണ്ട് ജാനകി. അതോടൊപ്പം തന്നെ അളകാപുരിയെ ഒന്ന് പൊളിച്ചെടുക്കാനായിട്ട് തമ്പി വരുന്നുണ്ട്. പക്ഷെ തമ്പിയുടെ ആഗ്രഹങ്ങളൊക്കെ വെറുതെ വെള്ളത്തി വരച്ച പല പോലെ ആയിപ്പോവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അങ്ങനെ അബിയും ജാനകിയും സൂര്യനാരായണനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം സൂര്യനാരായണൻ തന്റെ മനസ്സിലുള്ള വിഷമങ്ങളും വേദനകളും ഒക്കെ അബിയോടും ജാനകിയോടും പങ്കുവെക്കുക. കാരണം മറ്റൊന്നുമല്ല, അബിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനായിരുന്നു. അളകാവരി തന്റെയും ജാനകിയുടെയും പേരിൽ എഴുതി വെച്ചതുകൊണ്ട് എന്തിനാച്ചാ അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പൊ അത് മതി. അതിന്റെ പേര് കുടുംബത്തിലെ വലിയ പ്രശ്നം നടക്കാനെന്ന് പറയാ. എടാ മോനെ, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തെന്നൊരു സമാധാനത്തോടെ ഇപ്പൊ ഇരിക്കുക. എന്റെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് സന്തോഷമായി. എന്റെ മനസ്സിൽ ആ കുറ്റബോധമൊക്കെ നീങ്ങിയെന്ന് പറയാം. ഒരു പക്ഷേ ഞാൻ നേരത്തെ ഇതൊക്കെ എഴുതി വെച്ചില്ലെങ്കിൽ എനിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ നീയും ജാനകിയും ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. അതെനിക്ക് ഉറപ്പുള്ള കാര്യമെന്ന് പറയണം. നമുക്കൊരു വീഴ്ച പറ്റി കഴിയുമ്പോഴാ നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കും എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നേ. ആർക്കൊക്കെ എന്തൊക്കെ സംഭവിക്കും നമുക്ക് മനസ്സിലാകുന്നേ. ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞു, അതൊക്കെ ശരിയാച്ചാ. പക്ഷെ എന്നാലും ഒരെന്നാലും ഇല്ല മോളെ. എനിക്കറിയാം, നിങ്ങളുടെ പേരിലല്ലാതെ ആ വീട് ആരുടെ പേരിൽ എഴുതി വെച്ചാലും ഒരിക്കലും ആ കുടുംബം അതേപോലെ മുന്നോട്ട് പോകത്തില്ല. നിനക്കും അബിക്കും മാത്രമേ ആ കുടുംബത്തെ അളകാപുരിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് നയിക്കാനായിട്ട് സാധിക്കുള്ളൂ. ബാക്കി ആരുടെ കൈ കിട്ടിയാലും കൊരങ്ങന്റെ കൈ പൂമാല കിട്ടുന്ന പോലെ ആയിരിക്കും. അത് എനിക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ്. ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഞാൻ മരിച്ചു പോയാലും എനിക്ക് സന്തോഷത്തോട് മരിക്കാന്ന് പറയാം. പെട്ടെന്ന് അബി പറഞ്ഞു, അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം. എനിക്ക് സമാധാനമായിടെ മോനെ. എല്ലാ പ്രശ്നങ്ങളൊന്നും ഒതുങ്ങിയില്ലോ. എന്നാലും ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചില്ല. കുടുംബത്തെ മാത്രം സ്നേഹിച്ച ഇത്രയും കാലം മുന്നോട്ട് പോയവനാ. നമുക്കൊരു വീഴ്ച പറ്റി കഴിഞ്ഞപ്പോഴാ ആരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കണമെന്ന് പറയണം. സ്വന്തം ഭാര്യ പോലും സ്വത്തിന്റെ പേരിൽ എന്നെ തള്ളിക്കളഞ്ഞില്ലെന്ന് ചോദിക്കുക. ജാനകി പറഞ്ഞു, അച്ഛൻ അതൊന്നും ഓർത്തിപ്പോ ടെൻഷൻ അടിക്കണ്ട. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. പിന്നീട് അഭിയനെയും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി പോരുവാണ്. അഭിയേട്ടാ, അച്ഛന്റെ മനസ്സിൽ ഇനി ഇങ്ങനെ ടെൻഷനൊന്നും കൊടുക്കരുത്. അച്ഛനെ താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല എന്ന് പറയാം. അഭിയേട്ടൻ ഇനിയിപ്പോ ആ സ്വത്തിനെ കുറിച്ചോ വിൽപത്രത്തെ കുറിച്ചോ ഒന്നും അച്ഛനോട് സംസാരിക്കാൻ പോകണ്ട. അച്ഛനത് വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറയാണ്. പിന്നീട് അബിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം അബിയോടും തന്നെ മതിയല്ലോ, ഞാൻ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കാം. അബി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. കാരണം സൂര്യനാരായണ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ ആ ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ മാത്രം മതി. നീ വീട്ടിലേക്ക് പോയിട്ട് പോന്നാളം പറയണം. അങ്ങനെ ജാനകി വീട്ടിലേക്ക് പോരുവാണ്. ഈ സമയം തമ്പി രണ്ടും കൽപ്പിച്ചായിരുന്നു. തമ്പി മനസ്സ് വിചാരിച്ചു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അളകാപുരിയിലേക്ക് ചെല്ലണം. പ്രഭാവതിയുടെ മനസ്സിലേക്ക് കുറച്ച് തീ കോരിയിടണം. ഈ സമയം പറ്റിയ സമയം തന്നെ. അങ്ങനെ തമ്പി ചെന്നിട്ട് നേരെ ഭാര്യയോട് പറഞ്ഞു, അതെ, നമുക്ക് അളകാപുരി വരെ പോവാന്ന് പറയാം. മോളെ കണ്ട് കുറെ ദിവസമായല്ലോന്ന് പറയാം. അതെന്താ പെട്ടെന്ന് ഇപ്പൊ അങ്ങോട്ട് പോകാനായിട്ട്? അല്ല, പോണം തോന്നി അതുകൊണ്ടാ. അല്ല, ഹോസ്പിറ്റലിൽ പോയി ആ സൂര്യനാരായണൻ ഒന്ന് കണ്ട മര്യാദ ഇല്ലാന്ന് ചോദിക്കുക. ഇത് കേട്ടതും തമ്പി പറഞ്ഞു, ഞാൻ പോയായിരുന്നു. ഞാൻ പോയി കണ്ടില്ല, നിന്നോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കുക. ഇത് കേട്ടതും അപർണയുടെ അമ്മ പറഞ്ഞു, ശരി, എനിക്കൊന്നും പോകാൻ പോലും പറ്റിയില്ലോ എന്ന് പറയണം. അത് കുഴപ്പമില്ല, ഇനിയിപ്പൊ സാവകാശം പോയാൽ മതി. ഇപ്പൊ അയാൾക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കാം. നമുക്ക് മോളെ ഒന്ന് പോയി കാണാം. അങ്ങോട്ട് നമ്മളൊന്നും ചെന്നില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറയാം. അപർണയുടെ അമ്മയ്ക്ക് തമ്പിയുടെ തന്ത്രങ്ങളൊന്നും മനസ്സിലായില്ല. അവരുടെ മനസ്സിലെ കുതന്ത്ര ബുദ്ധിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ അവര് പോയിട്ട് തുടങ്ങുക. അതിനു മുമ്പ് തന്നെ തമ്പി എന്ത് ചെയ്യാണ്, വിളിച്ച് അപർണയോട് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. മോളെ, ഞങ്ങൾ ഇന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയാ. ഇത് കേട്ടതോ അപർണ പറഞ്ഞു, ധൈര്യമായിട്ട് പോരെ ഡാഡി, ഇവിടെ ഒരു കുഴപ്പമില്ല. അമ്മയാണെങ്കിൽ ആകെപ്പാടെ കട്ടക്കലിപ്പിലിരിക്കുക. ഇപ്പോഴെന്തേലും അമ്മയോട് വന്ന് പറയുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് പറയണം. അതാണ് മോളെ എനിക്ക് വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് തമ്പി കോള് കട്ട് ചെയ്യുവാണ്. ഈ സമയം അപർണയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അത് മറ്റാരും വരുന്നില്ല, അപർണ അയച്ച ചാരയായിരുന്നു. അമൃതയുടെ ശരണ്ടെ വീട്ടിലേക്ക് മല്ലിക എന്ന് പറയുന്ന സ്ത്രീ വേലക്കാരനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെ പോയി ചാരപ്പണി ചെയ്യാനായിരുന്നു. കാരണം അമൃതയും ശരണും എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ വള്ളി പുള്ളി വിടാതെ അപർണനെ അറിയിക്കണം. അതിനു വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് അവര് വിളിച്ചിട്ട് അപർണയോട് പറഞ്ഞു, അപർണ കുഞ്ഞെ, ഇവിടെ ഒരു സംഭവ വികാസം ഉണ്ടായെന്ന് പറയാ. എന്താ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ പറയുന്ന അമൃതേനെയും ശരണ്യം തമ്മിൽ ഡിവോഴ്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അപർണ മോളാണോ മുൻകൈ എടുത്തേന്ന് ചോദിക്കുക. എന്താ വെച്ചാൽ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇവിടെ പറയുന്ന കേട്ട് ഇവര് തമ്മിൽ ചർച്ച ചെയ്യുന്ന ഞാൻ കേട്ടാന്ന് പറയണം.
ജാനകി എന്ന് പറയുന്ന ഒരുത്തിനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി സംസാരിക്കുന്ന കേട്ടു. പക്ഷേങ്കില് അപർണ കുഞ്ഞിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചെന്ന് പറയാം. ആഹാ, അത് കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ ചേച്ചി ഒരു കാര്യം ചെയ്യാം. ഇനി എന്താ അവര് പറയണേ ശ്രദ്ധിക്കണം. അറിയാലോ, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം കുഞ്ഞെ. തരുന്ന പൈസക്കുള്ള പണി ഞാൻ വൃത്തിയായിട്ട് ചെയ്തിരിക്കും. പിന്നെ ഒരു കാരണവശാലും ഒറ്റി കൊടുക്കത്തില്ലെന്ന് പറയണം. ഒറ്റിട്ടുണ്ടേ അറിയാലോ. പിന്നെ ചേച്ചിയുടെ കള്ളത്തിലൊന്നും ഒരിക്കലും അവിടെ പിടിക്കപ്പെടില്ല. അവർക്ക് ഒരു സംശയവും തോന്നില്ലെന്ന് പറയണം. ഇതുവരെ ഒരു സംശയവും തോന്നിയിട്ടില്ലെന്ന് പറയാം. പിന്നെ ചേച്ചി ഒരു കാര്യം കൂടെ ചെയ്യണം, ഒരു ഉപകാരം കൂടെ ചെയ്യണം. കിട്ടുവാണെങ്കിൽ ആ അമൃതയെന്ന് പറയുന്നവളുടെ മനസ്സിലേക്ക് ആ ശരണിനെ കുറിച്ചുള്ള കുറച്ച് കുറ്റങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കേൾപ്പിക്കണം. ഇപ്പൊ വേണ്ട, സാവകാശത്തിൽ അതൊക്കെ ചെയ്താൽ മതി എന്ന് പറയാം. അതെന്തിനാ മോളെ അങ്ങനെ? അല്ല, ഈ അമൃത എന്ന് പറയുന്നവൾക്ക് ഭയങ്കര സംശയമുള്ള കൂട്ടത്തിലാ. അപ്പൊ എന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും അവൾ വിശ്വസിക്കും. മിക്കവാറും അതേ കാലം അവരങ്ങോട്ട് ജീവിക്കാൻ പോകുന്നില്ല. അടുത്ത ഒരു വഴി അത് മാത്രമേ ഉള്ളൂ. എനിക്കിട്ട് പാര പണിയാൻ നോക്കിയാളല്ലേ, അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം. അതൊക്കെ ഞാൻ ഏറ്റു. ഈ മല്ലിക്ക് ഒരു കാര്യം ഏറ്റാ പിന്നെ അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല മോളെന്ന് പറയണം. ശരിയെന്ന് പറയണം. പിന്നീട് അപർണ ഓർത്തു, അച്ഛനും അമ്മയും കൂടെ വരുമല്ലേ, അവർക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കണമല്ലോ എന്ന് കരുതുവേണം. ഒരു കാര്യം ചെയ്യാം, ഓർഡർ ചെയ്യാം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ജാനകി അവിടെ ഇല്ല, ജാനകി ഹോസ്പിറ്റലാണ്. ലച്ചു ആണെങ്കിലോ കോളേജിലേക്കും പോയിട്ടുണ്ട്. അപ്പം അവൾക്ക് തന്നെ ഒന്നും ഉണ്ടാക്കാനും അറിയത്തില്ല. ഇനി അമ്മേനെ വിളിച്ച് അടുക്കള കയറ്റി ഉണ്ടാക്കുന്നത് എങ്ങനെയാ എന്ന് കരുതിയിട്ട് കുറച്ച് കാര്യം ഓർഡർ ചെയ്യുവാണ്. അങ്ങനെ ഓർഡർ ചെയ്ത് വരുത്തിക്കുവാണ്. ഈ സമയത്താണ് ജാനകി അമലും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അകത്തേക്ക് കയറി പോയി കഴിയുമ്പോഴത്തേനും അപർണ ഓർത്ത്, ഇവളെന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നേ? ഓ, പണ്ടാരം ഹോസ്പിറ്റലിൽ നിന്നാൽ മതിയായിരുന്നു. ഇപ്പൊ ഇവളിങ്ങോട്ട് എഴുതേണ്ട കാര്യമില്ലായിരുന്നു. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വരുമെന്ന് പറഞ്ഞ് ഇവളുണ്ടെങ്കിൽ ഇനിയിപ്പൊ താങ്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാലോ. ഇവിടെ പിന്നെ മുറിയിൽ എവിടെയെങ്കിലൊക്കെ ഇരുന്നോളും, കുഴപ്പമില്ല, കേൾക്കാനൊന്നും പോകുന്നില്ല എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അപർണയുടെ മനസ്സിൽ. പിന്നീട് അപർണ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് ജാനകി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേനുമാണ് ഫുഡ് ഡെലിവറി ആയിട്ട് ആ പയ്യൻ വന്നേ. അങ്ങനെ ജാനകി ചോദിച്ചു പറഞ്ഞു, അത് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകി എടുത്ത് ഫുഡ് ഓർഡർ ചെയ്തോ? ഇതാരാ പോലും ഫുഡ് ഓർഡർ ചെയ്തേ? അപ്പൊ നോക്കിയപ്പോഴത്തേനും ഇവിടുത്തെ അഡ്രസ്സാന്നൊക്കെ പറയണം. അങ്ങനെ അതവിടെ മേടിച്ച് വെക്കുവാണ്. വെച്ചിട്ട് ജാനകി നേരെ മുറിയിലേക്ക് പോവുകയും ചെയ്തു. കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും അപർണ വന്നു. അപർണ വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഫുഡ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതാരാ പോലും മേടിച്ചു വെച്ചേ? ഒരു പക്ഷേങ്കില് ഇനി അമ്മയാണോ? അമ്മയാൻ വഴിയില്ല. അത് ചിലപ്പം എന്താ എങ്ങനെയാന്നും അപർണയ്ക്ക് ഒരു സംശയം ഉണ്ടായി. ചിലപ്പോ ഇനിയിപ്പം അമ്മ എങ്ങാനും വാങ്ങിച്ചു വെച്ചായിരിക്കും, അല്ലെങ്കിൽ മുത്തശ്ശിയായിരിക്കും വാങ്ങിച്ചു വെച്ചേ എന്ന് കരുതുവാണ്. പിന്നീട് അപർണ എതിരെ അതെല്ലാം പ്ലേറ്റിനകത്തേക്ക് മാറ്റി വെക്കുവാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും അമ്മയും അച്ഛനും കൂടെ വരും. കുറെ സമയം കഴിഞ്ഞപ്പോൾ തമ്പിയും ഭാര്യയും കൂടെ വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അപർണ അവരെ പോയി സ്വീകരിക്കുവാണ്. ഗംഭീര സ്വീകരണമൊക്കെ കൊടുത്ത് അകത്തേക്ക് കയറ്റിക്കൊണ്ട് വരുവാണ്. ഈ സമയം തമ്പി ചോദിച്ചു, അല്ല മോളെ, ഇവിടെയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു ചോദിക്കാം. ഇവിടെ ആരാ അച്ഛാ ഇപ്പൊ ഉള്ളത്? ഈ പറയുന്നേ ഞാനും അമ്മയൊക്കെ ഉള്ളെന്ന് പറയണം. അല്ല, ജാനകി ഇല്ലെന്ന് ചോദിക്കാം. വന്നിട്ടുണ്ടോ ഹോസ്പിറ്റലിൽ നിന്ന്? മുറിയിലുണ്ടെന്ന് പറയണം. അല്ല, അമല് വന്നില്ലെന്ന് ചോദിക്കുകയാണ്. അമൽ ഇപ്പൊ തന്നെ വരും, അമൽ ഞാൻ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ അപർണ പറയണം. പിന്നീട് ചില പ്രഭാവതി എന്തിയാന്ന് ചോദിക്കുകയാണ് അപർണയുടെ അമ്മ. അമ്മ മുറിയിലുണ്ട്, ഞാൻ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ വിളിച്ചോണ്ട് വന്നിട്ട് കുശലാന്വേഷണം ഒക്കെ നടത്തുന്നുണ്ട്. പിന്നീട് അപർണ പറഞ്ഞു, അമ്മയും കൂടെ വാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അപർണയുടെ അമ്മേനെയും കൂട്ടിക്കേണ്ട അപർണ മുറിയിലേക്ക് പോവാണ്. ഈ സമയം മാക്സിമം മുതലെടുക്കാൻ തന്നെ തീരുമാനിച്ചു തമ്പി നേരെ പ്രഭാവതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, അല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നോട് അപർണ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും എന്ത് കൊടും ചതിയാ സൂര്യനാരായണൻ ചെയ്തേ. കാരണം കുടുംബത്തിലെ ഏറ്റവും ഇളയത് അമലല്ലേ. അപ്പൊ അമലിന് അപർണയ്ക്കും വേണ്ട ഈ വീട് എഴുതി വെക്കാനായിട്ട്. എന്നിട്ട് ചെയ്തത് എന്താ? ആദ്യ കുടിയിലുള്ള മകന് കൊടുത്തിരിക്കുന്നു. ഇതൊരു കൊടും ചതിയല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടൻ പ്രഭാവതി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. എന്ത് ചെയ്യാൻ പറ്റുമെന്നോ? എതിർക്കണമായിരുന്നു. എന്തുകൊണ്ട് എതിർത്തില്ല എന്ന് ചോദിക്കുക. അല്ലെങ്കിലും അത് ശരിയായിട്ടുള്ള കാര്യമാണോ? ഭർത്താവിന്റെ സ്വത്തിന് ഭാര്യയ്ക്കും കൂടെ അവകാശമില്ലേ? ഇത്രയും നാളും അപ്പം നിങ്ങളെ കബളിപ്പിക്കുകയാണോ ചെയ്തതെന്ന് ചോദിക്കുക. ഇത് കേട്ടതും പ്രഭാവതി പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഈ സ്വത്തിനെയും പണത്തിനെയും ഒന്നും കണക്കുകളൊന്നും ചോദിച്ചിട്ടില്ല. അവിടെയാ നിങ്ങൾക്ക് തറ്റിയത് പ്രഭാവതി. ഇപ്പോഴും അങ്ങേരുടെ മനസ്സിൽ ആദ്യ ഭാര്യ ഉണ്ടല്ലോ, അവര് മരിച്ചെന്നും പറഞ്ഞോണ്ടല്ലേ നിങ്ങളെ കല്യാണം കഴിച്ചേ. മരിച്ചെന്ന് ഉറപ്പിരിക്കുന്നേ കണ്ടു. മിക്കവാറും ആ സ്ത്രീയെ എങ്ങനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമായിരിക്കും. ഇനിയിപ്പം സൂര്യക്ക് എങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മിക്കവാറും അഭിനയം വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും. പിന്നെ ഈ പറയുന്ന നിങ്ങളെല്ലാം പുറത്തായിരിക്കും എന്ന് പറയണം. ഇതേട്ടൻ പ്രഭാവതി പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അദ്ദേഹം പറഞ്ഞത് മരിച്ചു പോയെന്നാണല്ലോ. അതൊക്കെ നിങ്ങളോട് വെറുതെ പറഞ്ഞു വെച്ചേക്കുന്ന കാര്യങ്ങളല്ലേ. മരിച്ചു പോയെന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ടും പ്രഭാവതി ആകെപ്പാടെ കൺഫ്യൂഷനായി. ആ മുഖം കണ്ടപ്പോൾ തന്നെ തമ്പിക്ക് മനസ്സിലായി താൻ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിട്ടുണ്ടെന്ന്. ഒരു കാരണവശാലും അങ്ങനെ സംഭവിച്ചുകൂടാ, വിട്ടുകൊടുക്കരുത്.
ഈ പറയുന്ന സൂര്യനാരായണന്റെ കാലശേഷമല്ലേ ഈ വിൽപത്രം അവർക്ക് കിട്ടത്തുള്ളൂ. വിൽപത്രം അനുസരിച്ച് അവർക്ക് ഈ അളകാവരി വീട് കിട്ടത്തുള്ളൂ. അതുവരെ സമയമുണ്ട്. ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. അത് എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കാൻ നോക്കണം എന്ന് പറയാം. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റുമെന്നോ? അധികാരം സ്ഥാപിച്ചെടുക്കണം ഈ വീട്ടില്. ഈ വീട്ടിലെ മൂത്ത ആള് നിങ്ങളല്ലേ? ഈ വീട്ടിലെ കുടുംബനാഥൻ നിങ്ങളല്ലേ? അപ്പൊ നിങ്ങൾ വേണം ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട്. നിങ്ങൾ പറയുന്ന പോലെ വേണമെന്ന് പറയണം. അങ്ങനെ മാക്സിമം എരിവരി കയറ്റി കൊടുക്കുകയാണ് പ്രഭാവതിയുടെ മനസ്സിലേക്ക്. പ്രഭാവതിക്ക് തോന്നി തമ്പി പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാന്ന്. പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അപർണ അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു. ബാമ്മേ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിളിക്കുകയാണ്. അപ്പോഴേക്കും അമലും കൂടെ വന്നു. അമല് വന്നു കഴിഞ്ഞപ്പോഴത്തേനും തമ്പി എന്നിട്ട് അമലിനെ സ്വീകരിക്കുന്നുണ്ട്. എന്നാലും അമലെ ഇതൊരു വലിയ ചതിയായിപ്പോ നിന്റെ അച്ഛൻ കാണിച്ചെന്നൊക്കെ പറയാണ്. എന്ത് ചതി? അല്ല ആ അളകാപുരി വീട് ആ വീടും ജാനകിയുടെ പേർക്ക് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടാന്ന് ചോദിക്കാം. അതിനകത്ത് എന്താ ഞങ്ങളെ ഇപ്പൊ കാര്യം? അതിനകത്തൊരു കഥയില്ല. ആ വീടിനും ജാനകിയടുത്തേക്ക് തന്നെയാ കിട്ടേണ്ടിയിരുന്ന് പറയണം. എന്നാലും നിനക്കും അപർണയ്ക്കും അല്ലേ? എനിക്കും അപർണയ്ക്കും അതിന്റെ കാര്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാല് ഈ വീട് ഭരിക്കേണ്ട അവരാണ്. എന്തുകൊണ്ട് ചോദിച്ചാൽ അവരെ തന്നെയാന്ന് പറയണം. തമ്പിക്കറിയാം എന്തൊക്കെ വന്നു പറഞ്ഞാൽ ഈ പറയുന്ന അമല് അവരുടെ കൂടെ നിൽക്കുള്ളെന്ന്. പക്ഷെ ഒന്ന് എറിഞ്ഞു നോക്കിയതാണ്. വീഴുവാണ് വീട്ടെന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും അപർണ പറഞ്ഞ് ഫുഡ് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡൊക്കെ എടുത്തോണ്ട് വെക്കുവാണ്. പെട്ടെന്ന് അവരുടെ അമ്മ ചോദിച്ചു, മോളെ ഇതൊക്കെ ആരാ ഉണ്ടാക്കിയെന്ന് ചോദിക്കുവാണ്. അല്ല ജാനകി ഹോസ്പിറ്റലിൽ നിന്ന് വന്നേ ഉള്ളൂ, പിന്നെ ആരാ ഉണ്ടാക്കിയത്? ഇതൊക്കെ ഞാൻ റെഡിയാക്കിയതെന്ന് പറയണം. നീയോ? അപ്പൊ നീ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചെന്ന് ചോദിക്കും. പിന്നെ ഞാനിതെല്ലാം റെഡിയാക്കാൻ പഠിച്ചെന്ന് പറയണം. ഞാനിത് ഇവിടെ വന്നതിന് ശേഷം ഫുഡൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചെന്ന് പറയണം. അപ്പോഴേക്കുമാണ് ഇവര് കഴിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ജാനകിയുടെ വരവ് അങ്ങോട്ട്. അമലിങ്ങനെ നോക്കുന്നുണ്ട് അപർണനെ. അമലിന് മനസ്സിലായത് അപർണ ഉണ്ടാക്കിയതല്ലെന്നുള്ള കാര്യം. പിന്നീട് ജാനകി അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ല നീ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നോ? അപർണ ചോദിക്കണം. ഇത് കേട്ടപ്പോൾ അപർണ നീ ഫുഡ് ഓർഡർ ചെയ്യണം എന്തിന്? ഈ ഫുഡെല്ലാം ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ എന്തിനാ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഇത് കേട്ടതും ജാനകി പറഞ്ഞു, അല്ല ഫുഡ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ കവറിന്റെ പുറത്ത് അപർണ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു പറയാണ്. ഇത് കേട്ടതും അപർണയുടെ തൊലി ആകപ്പാട് ഉരിഞ്ഞു പോയ മട്ടായിപ്പോയി. അപർണ ആകപ്പാടെ നാണം കിട്ടുപോയി. അമലി പറഞ്ഞു, ആഹാ അപ്പൊ നീ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചിട്ടാ നീ ഉണ്ടാക്കിയതല്ലേന്ന് ചോദിക്കുകയാണ്. മുഖത്ത് അടിയേറ്റയില്ലേ പേ എന്തേലും പറയാൻ പറ്റുമോ? ഞാൻ കരുതി നീ ഇത്ര കാര്യമായിട്ട് ഉണ്ടാക്കിയത്. എന്നാലും നിനക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലോന്ന് ഇപ്പോഴല്ലേ കള്ളത്തരം മനസ്സിലായത്. ഇത് കേട്ടപ്പം അമ്മനയുടെ അമ്മ ചോദിച്ചു, എന്നാ പിന്നെ മോൾക്ക് പറഞ്ഞാൽ പോരായിരുന്നു പുറത്തുനിന്ന് വാങ്ങിയതാന്ന്. എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കണം. അത് പിന്നെ അമ്മേ ഞാന് വേണ്ട വേണ്ട നീ വീണടുത്ത് കിടന്ന് ഉരുളുണ്ടെന്ന് പറയണം. ജാനകിനെ രൂക്ഷമായിട്ട് അപർണ അങ്ങോട്ട് നോക്കുകയാണ്. അപ്പൊ അങ്ങനെ അത് കണ്ടും കൂടെ കഴിഞ്ഞപ്പോ ജാനകി ഒന്നും മൈൻഡ് ചെയ്ത് അങ്ങോട്ട് കയറിപ്പോയി. ഇവള് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി പോലും നേരെ ചവേ അടുക്കള കയറി ഒരു പാത്രം പോലും കഴുകാൻ അറിയത്തില്ലാത്തോളാം ഈ ഫുഡൊക്കെ ഉണ്ടാക്കണേ. അങ്ങനെ അവരെല്ലാം ഫുഡെല്ലാം കഴിച്ചിട്ട് അങ്ങ് എഴുന്നേറ്റ് പോയി കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപർണയ്ക്ക്. എല്ലാവരുടെ മുന്നിൽ തന്നെ നാണം കെടുത്തി. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്നൊക്കെ മനസ്സ് വിചാരിച്ചോണ്ട് അവിടെ ഇരുന്ന പ്ലേറ്റ് എല്ലാം അടുക്കളയിലേക്ക് കൊണ്ടുപോയി വെക്കുവാണ്. ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം മറ്റൊന്നുമല്ല, ലച്ചു ഓടിയില്ല, ലച്ചു കോളേജിൽ പോയേക്കുക. അപ്പൊ വേറെ ആരും ചെയ്യാനൊന്നുമില്ലോ. അങ്ങനെ അതെല്ലാം കൊണ്ട് വെക്കണ സമയത്താണ് അപർണയുടെ കൈ തട്ടി ഒരു പാത്രം അങ്ങ് താഴേക്ക് വരുന്നത്. അതിനകത്ത് കറിയായിരുന്നു ഉണ്ടായിരുന്നത്. കറി മൊത്തം അടുക്കളയിലേക്ക് അങ്ങോട്ട് വീണു. ഈ കാഴ്ച കണ്ടോണ്ട് അമല അങ്ങോട്ട് വരുന്നേ. അമല പറഞ്ഞ്, എന്താടി നോക്കിയിരിക്കുന്നേ? തുടച്ച് വൃത്തിയാക്കാൻ പറയണം. ഇത് കേട്ടതും അപർണ പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് പറയണം. നിന്നെക്കൊണ്ട് പറ്റില്ലേ? ഇവിടെ നല്ലേച്ചി ഇതൊക്കെ ചെയ്യാനുണ്ടായിരുന്നല്ലോ, അപ്പൊ നിനക്ക് പുച്ഛമായിരുന്നല്ലോ. മര്യാദയ്ക്ക് തുടച്ച് വൃത്തിയാക്കാൻ പറയാണ്. ഇവിടെ വേറെ ആരും ചെയ്യാനില്ല എന്ന് പറയണം. വേണമെങ്കിൽ ജാനകി വന്ന് കേട്ടേന്ന് പറയണം. പിന്നെ ജാനിയടുത്തി ഇപ്പൊ തന്നെ കുളിച്ച് വേഷം മാറി ജാനിയടുത്തി തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു പറയാം. ഇതൊക്കെ ഇനിയിപ്പം നിന്റെ ജോലിയാ, ഇവിടെ ആരും വേറെ വേലക്കാരൊന്നും ഇല്ലാന്ന് പറയണം. അവസാനം അപർണ രാഗി നേർന്നുകൊണ്ട് അത് ചെയ്യുവാണ്. പിന്നീട് ജാനകി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രഭാവതിയുടെ അടുത്തേക്ക് വരുവാണ്. കാരണം ജാനകിക്ക് മനസ്സിലായി ഈ പറയുന്ന തമ്പി വന്നേക്കുന്ന അതിന്റെ പിന്നിൽ വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയായിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇപ്പൊ വരേണ്ട കാര്യമില്ലോ. പ്രഭാവതിയുടെ അടുത്ത് നിന്നപ്പോ പ്രഭാതി ഇങ്ങനെ അവിടെ മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ടായിരുന്നു. കടന്നല കുത്തിയ പോലെ ആയിരുന്നു മുഖം. പിന്നീട് പ്രഭാതിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഞങ്ങളോട് ദേഷ്യമാണെന്ന് ചോദിക്കുക. എന്തിന്? അല്ല എന്റെ അഭിയേട്ടന്റെ പേരില് വീട് എഴുതി വെച്ചേന്. അതിന് ഞാൻ എന്തിന് ദേഷ്യപ്പെടണം? അല്ലെങ്കിലും ഈ പറയുന്ന നിങ്ങളുടെ അച്ഛൻ എന്നെ ഭാര്യയായിട്ട് കണക്ക് കൂട്ടിയിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ഒരു വാക്കെങ്കിലും ചോദിക്കുമായിരുന്നു. എന്നോട് ഒരു വാക്ക് പോലും ചോദിച്ചില്ലോ. അതിനർത്ഥം ഞാൻ ഈ വീട്ടിലെ ആരുമല്ലെന്നല്ലേ? അതുകൊണ്ടല്ലമ്മേ, ഒരുപക്ഷെ അച്ഛന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ഈ കുടുംബം ഇങ്ങനെ നിലനിന്ന് പോണെങ്കിൽ, എല്ലാവരും ഒത്തൊരുമയോടെ പോണെങ്കിൽ എന്റെ അഭിയേട്ടന്റെ പേരിൽ എഴുതി വെക്കണം തോന്നിക്കണം. അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. ഓഹോ, അപ്പൊ നിങ്ങൾ മാത്രമേ ഈ വീട്ടിൽ നല്ലവരായിട്ടുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ചീത്തയല്ലെന്ന് ചോദിക്കണം. അല്ലമ്മേ അങ്ങനെ ഉദ്ദേശമല്ല, എനിക്ക് മനസ്സിലായി. ഇനി കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാം.
ഇനിയിപ്പം ഞാനായി വീട്ടിൽ അധികപ്പറ്റായിട്ടുള്ള ഞാൻ അങ്ങോട്ട് ഇറങ്ങി തന്നേക്കാന്ന് പറയാം. അങ്ങനെ പറയല്ലമ്മേ, അച്ഛന്റെ ആഗ്രഹം എന്താ? അച്ഛൻ വിൽപത്രത്തിൽ എഴുതി വെച്ചേക്കുന്നത് എന്താ? ആരും ഈ വീട് വിട്ട് പോവല്ലെന്നല്ലേ? അച്ഛന്റെ മരണശേഷം ആർക്ക് എങ്ങോട്ട് വേണം പോവാം, പക്ഷെ അതുവരെ എല്ലാവരും കുടുംബത്തിൽ കാണണമെന്നല്ലേ? അപ്പൊ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോന്ന് ചോദിക്കാം. എനിക്കറിയാം എന്ത് ചെയ്യണോന്ന് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ജാനകിക്ക് മനസ്സിലായി തമ്പി വന്ന് നന്നായിട്ട് ഏഷന് കയറ്റി കൊടുത്തിട്ടുണ്ടെന്ന്, വിഷം കുത്തി നിറച്ചിട്ടാ പോയെന്നുള്ള കാര്യം. പിന്നീട് ജാനകി ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അഭി വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ജാനകി പറയുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഭി പറഞ്ഞു, അങ്ങേര് വെറുതെ ആയിരിക്കില്ല വന്നിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞാലും ശരി, ഒരു കാരണവശാലും അളകാപുരി വീട് വെട്ടിപ്പൊളിക്കാൻ ഞാൻ സമ്മതിക്കില്ല അഭിയേട്ടാ. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും. ആരും ആ വീട് വിട്ട് പോകാൻ പോകുന്നില്ലെന്ന് പറയാം. അല്ല ജാനകി, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മ ഒരു തീരുമാനം എടുത്താലോ? അമ്മ ഒന്നും ഒരിടത്തേക്കും പോകുന്നില്ല അഭിയേട്ടാ. ഇനിയിപ്പം എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അളകാപുരി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്ന ഞാനാ. ആരെയൊക്കെ എങ്ങനെയൊക്കെ നിലയ്ക്ക് നിർത്തണമെന്നും എനിക്കറിയാം എന്ന് അഭിയോട് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി നമ്മൾ അടുത്ത ആഴ്ച കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.